നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 3. പാർട്ട് 3ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ: ഓട്ടോ ട്രാൻസ്ഫർ സ്വിച്ച് ATS, ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ സിസ്റ്റം AMF എന്നിവയാണ്. ഓട്ടോ ട്രാൻസ്ഫർ സ്വിച്ച് ഒരു ഇൻകമിംഗ് ബ്രേക്കർ മാത്രമുള്ള MSBക്ക് സെക്കൻഡറി പവർ സപ്ലൈ നൽകുന്നതിനായി ATS പാനൽ ഉപയോഗിക്കുന്നു. SLDയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ATS പാനലിന് 2 ഇൻകമിംഗ് ടെർമിനലുകളും ഒരു ഔട്ട് ഗോയിങ് ടെർമിനലുമാണ് ഉള്ളത്. ടെർമിനൽ 1, ടെർമിനൽ 2 എന്നിങ്ങനെ ATSൻ്റെ ഇൻപുട്ടിലേക്ക് 2 ഇൻകമിംഗ് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നു. അവ യഥാക്രമം യൂട്ടിലിറ്റി പവർ, ജനറേറ്റർ പവർ എന്നിവയാണ്. രണ്ട് ഇൻകമിംഗ് ടെർമിനലുള്ളതും ഒരു ഔട്ട് ഗോയിങ് ടെർമിനലുമുള്ള സിംഗിൾ സ്വിച്ചും 2 സ്വതന്ത്ര ബ്രേക്കറുകൾ അല്ലെങ്കിൽ 2 കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചുള്ള സ്വിച്ച് എന്നിങ്ങനെ 2 തരത്തിൽ ATS ലഭ്യമാണ്. സിംഗിൾ സ്വിച്ചുള്ളതും 2 കോണ്ടാക്റ്റുള്ളതുമായ ATSകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ കോണ്ടാക്ടറുള്ള ATS: ടെർമിനൽ 1 യൂട്ടിലിറ്റി പവർ, ടെർമിനൽ 2 ജനറേറ്റർ പവർ, കോമൺ ഔട്ട്പുട്ട് MSBയിലേക്ക് പോകുന്നു. ഇത് 2 കോണ്ടാക്ടറുള്ള ATSൻ്റെ ഡ്രോയിങ് ആണ്. ടെർമിനൽ 1 യൂട്ടിലിറ്റി പവർ, ടെർമിനൽ 2 ജനറേറ്റർ പവർ, ഔട്ട്പുട്ട് MSBയിലേക്ക് പോകുന്നു. ഇതുകൂടാതെ കോമൺ 2 കോണ്ടാക്ടർ തമ്മിലും ഒരു മെക്കാനിക്കൽ ഇൻ്റർലോക്ക് കൂടി കൊടുത്തിരിക്കുന്നു. ATS പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ ഇവിടെ വിവരിച്ചിരിക്കുന്നത് കാണാം. കൺട്രോൾ സിസ്റ്റം ഇൻപുട്ട് 1ൽ ലഭിക്കുന്ന പ്രധാന വൈദ്യുതിയിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കി ഇൻപുട്ട് 1 ഓപ്പൺ ആവുകയും ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു സിഗ്നൽ അയക്കുകയും ചെയ്യുന്നു. ജനറേറ്റർ പവർ ടെർമിനൽ 2-ലെത്തുമ്പോൾ സിസ്റ്റം ടെർമിനൽ 2-ലെ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യാനും MSBക്ക് വൈദ്യുതി നൽകാനും നിർദ്ദേശം കൊടുക്കുന്നു. ഈ ട്രാൻസ്ഫർ പ്രക്രിയ 6 മുതൽ 8 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകും. യൂട്ടിലിറ്റി പവർ തിരിച്ചു വരുമ്പോൾ കൺട്രോൾ സിസ്റ്റം വൈദ്യുതിയുടെ നിലവാരം പരിശോധിച്ച് ഉറപ്പാക്കുന്നു. വൈദ്യുതി വിതരണം ശരിയാണെന്ന് കണ്ടെത്തിയാൽ ജനറേറ്റർ ഓഫ് ചെയ്യാനും സെക്കൻഡറി ബ്രേക്കർ ഓഫ് ചെയ്യാനും സിസ്റ്റം സിഗ്നൽ അയക്കുന്നു. പ്രധാന ബ്രേക്കർ ഓണാവുകയും MSBയിലേക്ക് വൈദ്യുതി അയക്കുകയും ചെയ്യുന്നു. ഈ ട്രാൻസ്ഫർ പ്രക്രിയ 8 മുതൽ 10 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകും. ATS പ്രവർത്തിക്കുന്നതിൻ്റെ രീതി ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ കൺട്രോൾ സിസ്റ്റത്തിന് സമാനമായതിനാൽ കൂടുതൽ വിവരങ്ങൾ AMFൽ അറിയാം. ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ സിസ്റ്റം
രണ്ട് ഇൻകമിംഗ് വിഭാഗങ്ങളോ ബസ് കപ്ലർ ഉപയോഗിച്ചുള്ള രണ്ട് ഇൻകമിംഗ് വിഭാഗങ്ങളോ ഉള്ള പാനലുകൾക്ക് രണ്ടാമത്തെ വൈദ്യുതി നൽകാൻ AMF നിയന്ത്രണ സംവിധാനം ഉപയോഗിക്കുന്നു. പ്രധാന പവർ സപ്ലൈയിൽ വ്യത്യാസം വരുമ്പോഴോ അത് നഷ്ടപ്പെടുമ്പോഴോ സെക്കൻഡറി പവറിലേക്ക് എങ്ങനെ മാറണമെന്ന് AMF സിസ്റ്റത്തിലൂടെ നിയന്ത്രിക്കുന്നു. AMFന്റെ പ്രവർത്തനം ATSന് തുല്യമാണ്. AMF സിസ്റ്റത്തിൽ ആദ്യം രണ്ട് ഇൻപുട്ടുള്ള പാനലിലെ പ്രവർത്തനം എങ്ങനെയെന്ന് കാണാം. പ്രധാന പവറും ജനറേറ്റർ പവറും ഫേസ് ഫെയിലിയർ റിലേയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. PFRന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പവർ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന കൺട്രോൾ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു സിംഗിൾ ലൈൻ ഡ്രോയിങ് ഉപയോഗിച്ച് ഇവിടെ വിശദീകരിക്കാം. ഡ്രോയിങ്ങിൽ കാണാം, കഴിഞ്ഞ ഭാഗത്ത് ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇവിടെ അതേ ഇൻ്റർലോക്ക് തന്നെയാണ്, കൂടാതെ PFR വഴിയും മറ്റൊരു ഇൻ്റർലോക്ക് നൽകിയിരിക്കുന്നു. MPFR അണ്ടർ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷനുള്ള മെയിൻ പവർ ഫെയിലിയർ റിലേ. GPFR അണ്ടർ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷനുള്ള ജനറേറ്റർ പവർ ഫെയിലിയർ റിലേ. റിലേ K1 പ്രധാന ഇൻകമിംഗ് കൺട്രോൾ സെക്ഷൻ സർക്യൂട്ടിലേക്കുള്ള പവർ നൽകുന്നു. റിലേ K2 ജനറേറ്റർ ഇൻകമിംഗ് സെക്ഷൻ കൺട്രോൾ സർക്യൂട്ടിലേക്കുള്ള പവർ നൽകുന്നു. റിലേ K3 സർക്യൂട്ടിലേക്കുള്ള ഓട്ടോ മാനുവൽ കൺട്രോൾ സ്വിച്ച്. ഇത്തരത്തിലുള്ള പാനലുകൾക്കെല്ലാം ഒരു ഓട്ടോമാറ്റിക്കിൻ്റെയും മാനുവലിൻ്റെയും കൺട്രോൾ സെക്ഷൻ ഉണ്ടായിരിക്കും. റിലേ K4 എന്നത് ഓഫ് ഡിലേ ടൈമറാണ്, ജനറേറ്ററിലേക്ക് സിഗ്നൽ അയക്കാൻ ഉപയോഗിക്കുന്നത്. റിലേ K2വിൻ്റെ NCക്ക് ശേഷം MPFR വഴിയുള്ള മറ്റൊരു ഇൻ്റർലോക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് MPFR ഓൺ ആയില്ലെങ്കിൽ റിലേ K1 ക്ലോസ് ആവില്ല. റിലേ K1ൻ്റെ NCക്ക് ശേഷം GPFR വഴിയുള്ള മറ്റൊരു ഇൻ്റർലോക്ക് നൽകിയിരിക്കുന്നു. അതായത് GPFR ഓൺ ആയില്ലെങ്കിൽ റിലേ K2 ക്ലോസ് ആവില്ല.
പ്രധാന പവർ നിലച്ചു എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ MBFR ഓഫ് ആവുകയും തുടർന്ന് റിലേ K1 ഓഫ് ആവുന്നു. അതോടെ പ്രധാന വശത്തെ കൺട്രോൾ പവർ നിലയ്ക്കുകയും മെയിൻ ബ്രേക്കർ ഓപ്പൺ ആവുകയും ചെയ്യും. ഓഫ് ഡിലേ ടൈമർ K4 ജനറേറ്റർ ആരംഭിക്കുന്നതിന് സിഗ്നൽ അയക്കുന്നു. ജനറേറ്ററിൽ നിന്നുള്ള വോൾട്ടേജ് കൺട്രോൾ സർക്യൂട്ടിലെത്തുന്നതോടെ വോൾട്ടേജ് ശരിയാണെന്ന് കണ്ടെത്തിയാൽ GPFR ഓൺ ആവുകയും തുടർന്ന് റിലേ K2 ഓണായി സെക്കൻഡറി കൺട്രോൾ സർക്യൂട്ടിൽ പവർ ലഭിക്കുന്നു. പാനലിൻ്റെ സെക്കൻഡറി സൈഡ് ബ്രേക്കർ ഓൺ ആവാൻ കൺട്രോൾ സർക്യൂട്ട് സിഗ്നൽ അയക്കുകയും പാനൽ ജനറേറ്റർ പവറിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. 6 മുതൽ 8 സെക്കൻഡിനുള്ളിൽ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകും. യൂട്ടിലിറ്റി പവർ പുനഃസ്ഥാപിക്കുമ്പോൾ MBFR വോൾട്ടേജിൻ്റെ സ്ഥിരത ഉറപ്പാക്കിയതിനു ശേഷം ഓൺ ആവുന്നു. ജനറേറ്റർ ഓഫ് ആകുന്നതിന് ഓഫ് ഡിലേ ടൈമർ K4 സിഗ്നൽ അയക്കുന്നു. ജനറേറ്ററിലെ വൈദ്യുതി കുറയുന്നതോടെ GPFR ഓഫ് ആവുകയും തുടർന്ന് K2 ഓഫ് ആവുകയും ചെയ്യുന്നു. അതിനാൽ സെക്കൻഡറി ബ്രേക്കർ ഓഫ് ആവുന്നു. K1 ഓണാക്കാൻ MBFR സിഗ്നൽ അയക്കുന്നു. അടുത്ത നിമിഷം തന്നെ മെയിൻ ഇൻകമിംഗ് ബ്രേക്കർ ഓണായി പൂർണ്ണമായി പാനൽ യൂട്ടിലിറ്റി പവറിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. 10 സെക്കൻഡിനുള്ളിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിരിക്കും. എല്ലാ കൺട്രോൾ സ്പെയറുകളുടെയും റിലേകളുടെയും വിശദാംശങ്ങളും പ്രവർത്തനങ്ങളും കൺട്രോൾ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗം 3 ഇവിടെ അവസാനിക്കുന്നു. ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ സിസ്റ്റം ഭാഗം 4 തുടരും. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.